ഈ വണ്ടി നേരെ പോകുന്നത് പാലായിലെ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലേക്കാണ്. സംഭവം നമ്മുടെ സുഹൃത്തിനൊരു ചെറിയൊരു അബദ്ധം പറ്റി. കല്യാണ മോതിരം കയ്യിൽ കിടന്നങ്ങ് മുറിയിൽ പോയി. സ്വർണ്ണക്കടക്കാർ പറഞ്ഞത് മോതിരം മുറിക്കാതെ ഊരാൻ പറ്റില്ല എന്നാണ്. കല്യാണ മോതിരം അല്ലേ, അത് വേറെ ഇമോഷൻ. എന്നാൽ ഓഫീസിലെത്തിയപ്പോൾ സാറുമാർ പറഞ്ഞു ലേശം വേദന എടുക്കുമായിരിക്കും, എന്നാലും ഞങ്ങളൊന്ന് ശ്രമിക്കാം. കൂട്ടത്തിൽ നമ്മൾ പൊതുവെ വിട്ടുകളയുന്ന 2 കാര്യം കൂടി അവർ പറഞ്ഞു. ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളാണ് മോതിരം കയ്യിൽ കുടുങ്ങി ഇവിടെ എത്താറുള്ളതെന്നും കൈയുടെ തൊലിയുടെ കട്ടി കുറവായതുകൊണ്ടും കട്ടി കുറഞ്ഞ മോതിരത്തിന് കൂർത്ത അഗ്രം വരുന്നതുകൊണ്ടും കുഞ്ഞുങ്ങളുടെ മോതിരം ഊരിയെടുക്കുന്നതാണ് ഏറ്റവും വേദനിപ്പിക്കുന്നതെന്ന്. ശരിയാണ്, അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കൂട്ടത്തിൽ പറഞ്ഞത് സ്റ്റീലിന്റെ മോതിരം കയ്യിൽ കുടുങ്ങി വന്നാലും സ്വർണത്തെ അപേക്ഷിച്ച് മുറിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്നാണ്. എന്നാലും ഏതാവശ്യത്തിനും ഇവർ കട്ടയ്ക്ക് കൂടെ നിൽക്കും. നമ്മുടെ ആവശ്യത്തിനും അങ്ങനെ തന്നെ. മോതിരം നല്ല ടൈറ്റ് ആയിരുന്നിട്ടും ഇവരുടെ മരുങ്ങും എക്സ്പീരിയൻസും കൊണ്ട് തൊലിക്കോ മോതിരത്തിനോ യാതൊരു കേടും പറ്റാതെ ഊരി തന്നു. സ്വാതന്ത്ര്യദിനത്തിൽ മറ്റൊരാളുടെ ബുദ്ധിമുട്ട് മാറ്റാൻ സാധിച്ച സന്തോഷത്തിൽ നന്ദി വാക്കുകൾ പോലും പ്രതീക്ഷിക്കാതെ ഇവർ നമ്മുടെ കൂടെ നിന്നു. ആശ്വാസത്തോടെ മടങ്ങുമ്പോൾ ഏതൊരാപത്തിലും